ഏതൊരു സാധനവും വാങ്ങാൻ ആലോചിക്കുമ്പോൾ ഇപ്പോൾ ശരാശരി മലയാളി ഇ-കൊമേഴ്സ് വെബ്സൈറ്റുകളിലും ഡെലിവറി ആപ്പുകളിലുമായിരിക്കും ആദ്യം പരതുക. വമ്പൻ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളും ഗ്ലോബൽ ഫോമുകളും നമ്മുടെ വിപണിയിൽ പിടിമുറുക്കുമ്പോൾ പതിയെ പതിയെ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയുണ്ട്: ചെറുകിട വ്യാപാര സംരംഭങ്ങൾ. രാജ്യത്തെ 2 ലക്ഷത്തിലധികം ചെറുകിട സ്ഥാപനങ്ങളാണ് ഓൺലൈൻ അധിനിവേശനത്തിന് മുന്നിൽ പ്രതിവർഷം അടച്ചുപൂട്ടുന്നുവെന്നാണ് ഒരു കണക്ക്. സാധാരണ വ്യാപാരികളുടെ കച്ചവടത്തിൽ പ്രതിവർഷം 20 മുതൽ 30% വരെ കുറവുണ്ടായിട്ടുണ്ടെന്നും കേരളത്തിലെ വ്യാപാരികളുടെ സംഘടനകളും പറയുന്നു. ഈ സാഹചര്യത്തിലാണ് ചെറുകിട മേഖലയെ സംരക്ഷിക്കാൻ ഏറെ വേറിട്ട ഒരു ബദൽ ശ്രമം കേരളത്തിൽ വിജയകരമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ഓൺലൈൻ വെബ്സൈറ്റുകളേക്കാൾ ലാഭത്തിൽ അവിടെ നിന്ന് കിട്ടുന്ന അതേ ഉൽപ്പന്നങ്ങൾ ഉപഭോക്താവിന് കിട്ടാനുള്ള ഒരു അവസരം കൂടിയായാലോ? നമുക്കിനി ഗ്രേറ്റ് കേരള ഫെസ്റ്റിവൽ എന്ന ജനകീയ വ്യാപാരോത്സവത്തെ പറ്റി ചിലത് നോക്കാം. ആദ്യം RDX റാപ്പ്. അതിവേഗ ഡെലിവറി ആപ്പുകളുടെയും കോർപ്പറേറ്റ് ഇ-കൊമേഴ്സ് വെബ്സൈറ്റുകളുടെയും വരവോടെ കടയിൽ നേരിട്ട് പോകുന്നവരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞെന്നാണ് കണക്ക്. വമ്പൻ പരസ്യങ്ങൾ, വില കുറച്ചു കാട്ടിയുള്ള വിൽപ്പന, മിന്നൽ വേഗത്തിലുള്ള ഡെലിവറി. കേരളത്തിലെ ചെറുകിട വ്യാപാരികളുടെ കച്ചവടത്തിൽ 20 മുതൽ 30% കുറവ് വന്നെന്ന് വ്യാപാരികളുടെ സംഘടനകൾ പറയുന്നു. രാജ്യത്തുടനീളം 2 ലക്ഷത്തോളം ചെറുകിട കച്ചവടക്കാർ കഴിഞ്ഞ വർഷം അടച്ചുപൂട്ടി. ഇത്തരത്തിൽ കോർപ്പറേറ്റ് കുത്തകകളുടെ മുന്നിൽ ചെറുകിട വ്യാപാര മേഖല പിടിച്ചു നിൽക്കാനാകാതെ തകരുന്ന നിലയിലാണ്. ഈ സാഹചര്യത്തിലാണ് കേരളത്തിൽ നടക്കുന്ന ഒരു ജനകീയ വിൽപ്പനമേള ഒരിക്കൽ കൂടി രാജ്യത്തിന് മാതൃകയാകുന്നത്. ഗ്രേറ്റ് ഫെസ്റ്റിവൽ മൊമെന്റ്സ് LLP കേരള വ്യാപാരി വ്യവസായി സമിതിയുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന വ്യാപാരോത്സവം GKF ഗ്രേറ്റ് കേരള ഫെസ്റ്റിവൽ ആകർഷക സമ്മാന പദ്ധതികളിലൂടെ ജനപങ്കാളിത്തം ഉറപ്പുവരുത്തി നമ്മുടെ സ്വന്തം വ്യാപാരികളെ പിന്തുണയ്ക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്ന ജനകീയ ഫെസ്റ്റിവലാണ് GKF ലക്ഷ്യമിടുന്നത്. ചെറുകിട വ്യാപാരികളെ കോർത്തിണക്കി ഒരു ഓൺലൈൻ വ്യാപാര ശൃംഖല, അതേവേളയിൽ തന്നെ കടകളിൽ പോയി സാധനം വാങ്ങുന്ന ശീലത്തിലേക്ക് ജനങ്ങളെ തിരികെ കൊണ്ടുവരാൻ ഒരു കൂട്ടായ പരിശ്രമവും. അതാണ് GKF. RDX റാപ്പ്, ന്യൂസ് മലയാളം. കൂടുതൽ വിശദാംശങ്ങൾ ഡാറ്റാ ഷീറ്റിൽ നമുക്ക് വേഗത്തിൽ തന്നെ പരിശോധിക്കാം. ചെറുകിട വ്യാപാര പ്രതിസന്ധി എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. വമ്പൻ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളും ഗ്ലോബൽ ബ്രാൻഡുകളും ഇപ്പോൾ വിപണിയിലുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ഷോപ്പിംഗ് ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിലേക്കും വലിയ ബ്രാൻഡുകളിലേക്കും ജനങ്ങൾ ഒതുങ്ങുകയാണ്. സാധാരണക്കാർക്ക് എത്താവുന്ന സാധനങ്ങൾ വിറ്റഴിയുന്നില്ല. വിതരണക്കാർക്ക് പണം നൽകാൻ വൈകുന്നതും പ്രതിസന്ധിയാകുന്നുണ്ട്. സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള മാർക്കറ്റിങ്ങിനെ കുറിച്ച് ചെറുകിടക്കാർക്ക് അറിവില്ല എന്നുള്ളതും ഒരു പ്രതിസന്ധിയാണ്. പണച്ചെലവ് താങ്ങാൻ കഴിയാത്തത് മൂലം പുതിയ ഉപഭോക്താക്കളെ ഇവർക്ക് ചെറുകിടക്കാർക്ക് ആകർഷിക്കാനാകുന്നില്ല. പ്രാദേശിക സമ്പദ് വ്യവസ്ഥ തകരുന്ന ഒരു പ്രശ്നമുണ്ട്. നിരവധി കുടുംബങ്ങളുടെ ഉപജീവനം വഴിമുട്ടുകയും ചെയ്യുന്നുണ്ട്. എന്താണ് ഈ ഗ്രേറ്റ് കേരള ഫെസ്റ്റിവൽ എന്ന് പരിശോധിക്കാം. വൻകിടക്കാരുടെ അധിനിവേശത്തിൽ ചെറുകിട കച്ചവടക്കാരുടെ ജീവിത പ്രതിരോധം എന്നുള്ളതാണ് അവർ അതിനെ വിളിക്കുന്നത്. നവംബർ 1 മുതൽ ജനുവരി 31 വരെ 90 ദിവസം നീളുന്ന ചെറുകിട കച്ചവടക്കാരുടെ ഷോപ്പിംഗ് ഫെസ്റ്റിവലാണ് GKF എന്ന് പറയുന്നത്. ഉപഭോക്താക്കളെയും വ്യാപാരികളെയും നേരിട്ട് ബന്ധിപ്പിക്കാൻ പറ്റുന്ന ഒരു കൂട്ടായ മുന്നേറ്റം എന്നുള്ളതാണ് അതിൻ്റെ സംഘാടകർ അതിനെ സൃഷ്ടിച്ചിരിക്കുന്നത്. നടപ്പാക്കുന്നത് ജനങ്ങളുടെയും വ്യാപാര സംഘടനകളുടെയും പിന്തുണയോടെയാണ് GKF നടപ്പാക്കുന്നത്. പരമ്പരാഗത ഷോപ്പിംഗ് രീതികളും ഡിജിറ്റൽ സാധ്യതകളും സമന്വയിപ്പിച്ച് പുത്തൻ സമീപനമാണ് ഗ്രേറ്റ് കേരള ഫെസ്റ്റിവലിന്റെ പ്രത്യേകത. വ്യാപാര വ്യവസായി സമിതിയുടെയും മറ്റ് വ്യാപാര കൂട്ടായ്മകളുടെയും സഹകരണം ഈ ഫെസ്റ്റിവലിന്റെ ഭാഗമായി ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. നാടിൻ്റെ സാമ്പത്തിക രംഗത്തെ നട്ടെല്ലായ ചെറുകിട വ്യാപാരികൾക്ക് ഒരു ജനകീയ പിന്തുണ നൽകുകയാണ് ഗ്രേറ്റ് കേരള ഫെസ്റ്റിവലിൻ്റെ ഉദ്ദേശം. പ്രാദേശിക സമ്പദ് വ്യവസ്ഥയ്ക്ക് കൈത്താങ്ങാവുക ഗ്രേറ്റ് കേരള ഫെസ്റ്റിവലിൻ്റെ ലക്ഷ്യം കൂടിയാണ്. സാങ്കേതികമായി പിന്നോട്ട് നിൽക്കുന്ന ചെറുകിട വ്യാപാരികൾക്ക് സ്വന്തമായ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്നുള്ളത് ഗ്രേറ്റ് കേരള ഫെസ്റ്റിവലിൻ്റെ പ്രത്യേകതയാണ്. കൂടുതൽ ഉപഭോക്താക്കളെ പ്രാദേശിക കടകളിൽ നിന്ന് ഷോപ്പിംഗ് നടത്താൻ പ്രേരിപ്പിക്കുക, അതായത് പ്രാദേശികമായ ഇടങ്ങളിൽ പോയി ഷോപ്പിംഗ് നടത്തുക, പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പണം കേരളത്തിൽ തന്നെ ചെലവഴിക്കുന്നതിൻ്റെ വഴി അതുവഴി സംസ്ഥാനത്തിൻ്റെ GST വരുമാനം ഉയർത്തുക എന്നുള്ളതും ലക്ഷ്യമാണ്. കോവിഡ് അടക്കമുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ നാടിന് തുണയായത് ചെറുകിട മേഖലയെ ആണ്. അത് നിലനിർത്തുക എന്നുള്ളതും മറ്റൊരു ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഒന്നായി ഗ്രേറ്റ് കേരള ഫെസ്റ്റിവലിൻ്റെ ഭാരവാഹികൾ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുകയാണ്. നടപ്പാക്കുന്നത് എങ്ങനെ എന്നതുകൂടി ഉള്ള വിവരങ്ങൾ നമുക്ക് മുന്നിൽ ഉണ്ട്. നമുക്ക് അവസാനിപ്പിക്കാം. എല്ലാ വിവരങ്ങളും അതിനകത്തുണ്ട്. ഇത് പ്രധാനപ്പെട്ടൊരു സംഭവമാണ് നാട്ടിൽ എന്ന കാര്യം മനസ്സിലാക്കാൻ ഉതകുന്ന കാര്യങ്ങളെല്ലാം അതിനകത്തുണ്ട് അല്ലേ? അവസാനിപ്പിക്കാം. വലിയ പരസ്യങ്ങൾ, വില കുറച്ചോ കുറച്ചെന്ന പ്രതീതിയോ, വിൽപ്പന,
മിന്നൽ വേഗത്തിലുള്ള ഡെലിവറി, ഇതാണ് ഇ കൊമേഴ്സ് ആപ്പുകളുടെ ഈ ചടുലത. നിശ്ചയമായും ഒരു സൗകര്യം തന്നെയാണ്. പക്ഷേ അതിനിടയിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് നട്ടലായ ഒരു മേഖല ഇല്ലാതായി പോകാൻ സമൂഹം എന്ന നിലയിൽ നമ്മൾ അനുവദിക്കരുത്. മഹാപ്രളയവും കോവിഡും നിപ്പയും അടക്കം പ്രതിസന്ധി ഘട്ടങ്ങളിൽ നാടിനും ജനങ്ങൾക്കും താങ്ങും തണലുമായി നിന്നത് ഒരു ഓൺലൈൻ ഭീമനമല്ല, നമ്മുടെ ചെറുകിട വ്യാപാരികളാണ്. അന്ന് കടയിലുള്ളത് മുഴുവൻ വാരിപ്പെറുക്കി കൊടുത്തവരുണ്ട്. അതിന് നന്ദി പ്രകാശമായൊന്നുമല്ല. ഓൺലൈനിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ ഈ പുതിയ സംവിധാനത്തിൽ ലാഭത്തിൽ തന്നെ നമുക്ക് വാങ്ങാൻ കഴിയുമെങ്കിലോ അവിടെയാണ് GKF എന്ന ഗ്രേറ്റ് കേരള ഫെസ്റ്റിവൽ എന്ന ജനകീയ ബദൽ പ്രസക്തമാകുന്നത്.